ആദം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ കോടാനുകോടി മനുഷ്യർ ഉണ്ടായിരുന്നോ? ഇപ്പം ഇന്ന് ഈ ഭൂമിയിൽ 800 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആദത്തിൽ തുടങ്ങി ഇന്ന് വരെ പല ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറയുന്നത്, ബൈബിൾ പണ്ഡിതാക്കൾ പറയുന്നത് ഏകദേശം 6000 വർഷത്തോളം എന്നാണ് പറയുന്നത്. അപ്പോൾ 6000 വർഷത്തിൽ എത്ര മനുഷ്യർ ജനിച്ചിട്ടുണ്ടാകാം ഈ ഭൂമിയിൽ? ചിലപ്പോൾ ഒരു 1500 കോടി അല്ലേ, അല്ലെങ്കിൽ ഒരു 15 ബില്യൺ, 15 ബില്യൺ അല്ലെങ്കിൽ 1500 കോടി മനുഷ്യ ആത്മാക്കളെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പം ചില സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് ഗ്രഹിക്കണമെങ്കിൽ ലോജിക്കലായിട്ടുള്ള ചില അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 1500 കോടി മനുഷ്യ ആത്മാക്കൾക്ക് ആദത്തിനകത്ത് ഇരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരം ഇന്ന് സംസാരിക്കാം. ആദം എന്ന് പറയുന്ന മനുഷ്യനിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നോ എന്നൊരു വിഷയം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് അടുത്ത വിഷയങ്ങളിലേക്ക് വേഗം ഒന്ന് പോകാം. എടുക്കാം നമുക്ക് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം. അതിൻ്റെ ലോജിക്കൽ റീസണിങ്, അതിൻ്റെ ബിബ്ലിക്കൽ റീസണിങ് പറയുകയാണ്. ശരിക്കും വിശുദ്ധ ബൈബിൾ അതിന് തരുന്ന ആൻസർ എന്താണ്? ആദം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യത്തിന് വിശുദ്ധ ബൈബിൾ തരുന്ന ടെക്നിക്കൽ റീസണിങ് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വേഗം ഒന്ന് കാണാം. അവിടെ ഇപ്രകാരം പറയുന്നു. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അബ്രഹാമും മെൽക്കിസദേക്കും തമ്മിലുള്ള കോൺവെർസേഷൻസാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതിനകത്ത് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. ആത്മീയ മർമ്മത്തെ ഒന്ന് ഗ്രഹിക്കാൻ സാധിച്ചാൽ ആദത്തിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നോ എന്ന ആശയം നമുക്ക് പിടികിട്ടാൻ എളുപ്പമാണ്. കാരണം എല്ലാവർക്കും ചില ചിന്തകൾ വരും. അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്ന ഞാൻ ആദത്തിൽ വന്നല്ലോ. ആദം ജനിച്ചത് 6000 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അപ്പോൾ ഏകദേശം 1500 കോടി മനുഷ്യാത്മാക്കൾ. അതെങ്ങനെയാണ് ടെക്നിക്കലി പോസിബിൾ ആകുന്നത്? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിന് വിശുദ്ധ ബൈബിൾ തരുന്ന ഉത്തരമാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഹെബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം എടുക്കാം. രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രഹാത്തെ കണ്ടപ്പോൾ സലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കിസദേക്ക് അവനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മെൽക്കിസദേക്ക് ഇവിടെ അബ്രഹത്തെ അനുഗ്രഹിക്കുകയാണ്. 2-ാമത്തെ വാക്യം പറയുന്നു, സകലത്തിൻ്റെയും ദശാംശം അബ്രഹാം അവനു നൽകി. ദശാംശം അബ്രഹാം മെൽക്കിസദേക്കിന് നൽകി. അപ്പോൾ പല ആൾക്കാർ പറയാറുണ്ട് ദശാംശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോ, നിയമമാണെന്ന് പറയും. നിയമം നൽകപ്പെട്ടത് മോശയുടെ സമയത്താണ്. അപ്പോൾ ദശാംശം എന്ന് പറയുന്നത് അതിനു മുമ്പേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ടൈത്തിങ് അല്ലെങ്കിൽ ദശാംശം എന്ന് പറയുന്നത് ഒരു നിയമമല്ല, അതൊരു പ്രിൻസിപ്പിളാണ്. അല്ലെങ്കിൽ അത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ് ശരിക്കും. അത് മോശയിലൂടെ കൽപ്പന കൊടുക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. സകലത്തിൻ്റെയും ദശാംശം അബ്രഹാം ആർക്ക് കൊടുത്തു? മെൽക്കിസദേക്കിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അബ്രഹത്തിൻ്റെ കാലത്തിൽ ആ സമയത്ത് ഫോളോ ചെയ്ത ഒരു പ്രിൻസിപ്പിളായിരുന്നു ദശാംശം എന്ന് പറയുന്നത്. ദശാംശം എന്ന് പറയുന്നത് ഒരു നിയമമല്ല, ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ, ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് വരാം. അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും 2-ാമത് സലേമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവുമാണ് എന്നാണ് അർത്ഥം. മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുകയാണ്. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവൻ്റെ ദിനങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. മെൽക്കിസദേക്കിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുകയാണ്, യേശു ക്രിസ്തു ദൈവപുത്രന് സദൃശനായവനാണ് ശരിക്കും മെൽക്കിസദേക്ക്. നമുക്ക് പിന്നീട് സമയം കിട്ടുമ്പോൾ മെൽക്കിസദേക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നമ്മുടെ വിഷയം അതല്ല. എന്നിട്ട് പറയുന്നു, അവൻ എത്ര വലിയവനെന്ന് കാണുവിൻ. പൂർവ്വ പിതാവായ അബ്രഹാം യുദ്ധത്തിൽ പിടിച്ചെടുത്ത ദശാംശം അവന് കൊടുത്തല്ലോ. ലേവിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്ക് തങ്ങളുടെ സഹോദരരും അബ്രഹത്തിൻ്റെ മക്കളുമായിരുന്ന ജനങ്ങളിൽ നിന്നു പോലും ദശാംശം വാങ്ങാൻ നിയമത്തിൻ്റെ അനുശാസനമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 3-ാമതൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണ്. അതാരാണ്? ലേവി. അപ്പോൾ ആദ്യം അബ്രഹത്തെക്കുറിച്ച് പറയുന്നു, 2-ാമത് മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നു, പിന്നെ അബ്രഹത്തിന് 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ലേവിയുടെ പൗരോഹിത്യം, ലേവി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും പറയുന്നു. എന്നിട്ട് 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, എന്നാൽ അവരുടെ വംശാവലിയിൽ പെടാതിരുന്നിട്ടും മെൽക്കിസദേക്ക് അബ്രഹത്തിൽ നിന്ന് ദശാംശം വാങ്ങുകയും വാഗ്ദാനം സ്വീകരിച്ചിരുന്ന അബ്രഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ. ഇനിയുള്ള 2 വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. 7-ാമത്തെ വാക്യവും 8, 9, 9-ാമത്തെ വാക്യവും നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് 7-ാമത്തെ വാക്യം പറയുന്നു, ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു. തർക്കമില്ല. അപ്പോൾ ഈ ടൈത്തിങ് എന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ് ശരിക്കും. ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു.
ദാറ്റ് ഇസ് ദ ഹോൾ പ്രിൻസിപ്പിൾ ഓഫ് ടൈത്തിങ്. ഇനി 9ാമത്തെ വാക്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം നമ്മൾ പറയുന്നത് ആദം എന്ന് പറയുന്ന മനുഷ്യനിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു. അവിടെ അബ്രഹത്തെ കണ്ടു, മെൽക്കിസദേക്കിനെ കണ്ടു. അബ്രഹത്തിന് ശേഷം 100 കണക്കിന് ശേഷം ജനിച്ചു വീണ ലേവിയെ കാണുകയാണ്. ഇനി 9ാമത്തെ വാക്യം, ഇവിടെയാണ് ശരിക്കും വിശുദ്ധ ബൈബിൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ഫോർമുല, ഒരു ആത്മീയ മർമ്മം ഇരിക്കുന്നത്. അങ്ങനെ ആദത്തിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ 9ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും. അപ്പോൾ ലേവി എന്ന് പറയുന്ന ആ വ്യക്തി എപ്പോഴാണ്? അബ്രഹത്തിന് ശേഷം 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ജനിച്ച വ്യക്തിയാണ്. അങ്ങനെ ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രഹത്തിലൂടെ ദശാംശം കൊടുത്തു എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോലനായ പൗലോസ് ഹെബ്രായ ലേഖനത്തിൽ പറയുവാണ് ശരിക്കും അബ്രഹാം ദശാംശം മെൽക്കിസദേക്കിന് കൊടുത്തപ്പോൾ ലേവി ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ പറയുകയാണ് ശരിക്കും അബ്രഹാം അത് ചെയ്തപ്പോൾ, ദശാംശം മെൽക്കിസദേക്കിന് കൊടുത്തപ്പോൾ ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രഹത്തിലൂടെ ദശാംശം മെൽക്കിസദേക്കിന് കൊടുത്തു എന്ന് പറയാവുന്നതാണ്. എന്തെന്നാൽ എന്നിട്ട് പറയാണ്, വിസ്തീരിക്കണം അപ്പസ്തോലനായ പൗലോസ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. കാരണം മെൽക്കിസദേക്ക് അബ്രഹത്തെ കണ്ടപ്പോൾ ലേവി അബ്രഹത്തിൻ്റെ അജാത സന്താനമായിരുന്നു. അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ലേവി അബ്രഹത്തിലുണ്ടായിരുന്നെന്ന്, ജനിക്കാത്ത സന്താനമായി അബ്രഹത്തിലുണ്ടായിരുന്നു ലേവി എന്ന്. സോ വിശുദ്ധ ബൈബിൾ ഒരു ഫോർമുല പറഞ്ഞു തരികയാണ് ശരിക്കും. അബ്രഹത്തിന് 100 കണക്കിന് ശേഷം വർഷമുണ്ട് ജനിച്ചു വീണ ലേവി എന്താണ്? അബ്രഹത്തിൽ ഇരുന്നു കൊണ്ട് മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയാം. അത് നിയമപരമായിട്ട് പറയാം, അത് സ്പിരിച്വലി പറയാം. കാരണം അബ്രഹത്തിൽ ആരുണ്ടായിരുന്നു? ലേവി ഉണ്ടായിരുന്നു. ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്താൽ ആദത്തിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പിതാവിലും മാതാവിലും ഉണ്ടായിരുന്നു. അവരുടെ പിതാക്കന്മാരിലുണ്ടായിരുന്നു. അവരുടെ പിതാക്കന്മാർ അവരുടെ പിതാക്കന്മാരിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആദത്തിൽ ആരുണ്ടായിരുന്നു? എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു. എവ്രി വൺ വാസ് ദെയർ ഇൻ ആഡം. അപ്പോൾ ഈ ജനറേഷണൽ കേഴ്സ് പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഈ ആൻസെസ്ട്രൽ പാറ്റേൺസൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ദ ലോ ഈസ് ദിസ്, ദ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഈസ് ദിസ്. എല്ലാ മനുഷ്യരും ആദത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത് നമുക്കൊരു വിശുദ്ധ ബൈബിൾ വചനം എടുക്കാം. അവിടെ വിശുദ്ധ ബൈബിൾ പറയാൻ ശ്രമിക്കുന്ന കാര്യത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം അവിടെ പറയുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. ഒന്ന് ശ്രദ്ധിച്ച്, ഈ ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ ഹല്ലേലൂയ, ലേവി അബ്രഹത്തിൽ ഇരുന്നു കൊണ്ട് മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയാം എന്ന് പറയുമ്പോൾ അബ്രഹത്തിൽ അജാത സന്താനമായി ലേവി ഉണ്ടായിരുന്നു എന്ന് ശരിക്കും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അതേ പ്രിൻസിപ്പിൾ വെച്ച് ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് പരിശോധിച്ചാൽ ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പറയുന്നു, അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്തപ്പോൾ സകല മനുഷ്യരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. 2000-ൽ ജനിച്ച് ഞാൻ എങ്ങനെയാണ് ആദം പാപം ചെയ്ത സമയത്ത് പാപം ചെയ്യുന്നത്? ആദത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെയാണ് ആദം ചെയ്തപ്പോൾ പാപം ചെയ്തെന്ന് പറയാൻ സാധിക്കുന്നത്? So the Bible is telling that everyone was there in Adam. അതാ ശരിക്കും ഞാൻ ഈ ജെനിസിസ് 2:7 ഉൽപ്പത്തി 2:7 പറയുന്നത്, ദൈവം ഊതി എന്ന് പറയുമ്പോൾ അദൃശ്യ ആത്മീയ ലോകത്തിലുള്ള എല്ലാ മനുഷ്യ സ്പിരിറ്റുകളും എല്ലാ വ്യക്തികളും എന്താണ് ആദത്തിലേക്ക് നിവേശിക്കപ്പെട്ടു. അവരുടെ ഫിസിക്കൽ ബോഡിയെല്ലാം ആദത്തിൽ നിറച്ച രക്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ സ്പേമിൽ നിന്ന്, ആ ആദത്തിൽ നിറച്ച രക്തത്തിൽ നിന്നാണ് എല്ലാ മനുഷ്യരുടെയും ശരീരം, ഫിസിക്കൽ ബോഡി വരുന്നത്. പക്ഷേ ആ സ്പിരിറ്റുകൾ എന്താണ്? ആ ഫിസിക്കൽ ബോഡി എടുത്ത് ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുന്നു. ഇപ്പോൾ റോമാലേഖനം
റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും വിശുദ്ധ ബൈബിൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആത്മീയ മർമ്മം ഫോർമുല എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ആദത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു എന്ന് ആധികാരികമായിട്ട് അപ്പസ്തോലനായ പൗലോസ് അവിടെ പറയുന്നത്. ഇനി റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് പരിശോധിക്കാം, ഈ ഒരു ആത്മീയ പ്രിൻസിപ്പിളിനെ മനസ്സിലാക്കുവാൻ വേണ്ടി. അവിടെ പറയുന്നു, അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ. അപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ സകല മനുഷ്യരും ശിക്ഷാവിധിക്ക് കീഴിലായി. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ജിയോയ്ക്ക് എങ്ങനെയാണ് ശരിക്കും ആദം 6000 വർഷം മുമ്പ് പാപം ചെയ്തപ്പോൾ ഞാൻ ശിക്ഷാവിധിക്ക് കാരണമായി, അല്ലെങ്കിൽ ഞാൻ ശിക്ഷയുടെ കീഴിലേക്ക് വന്നു എന്നെങ്ങനെ പറയാൻ സാധിക്കും? കാരണം ഞാൻ ആദത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ആദത്തിലുണ്ടായിരുന്നു, നമ്മൾ ആദത്തിലുണ്ടായിരുന്നു, അജാത സന്താനമായി ഉണ്ടായിരുന്നു, ജനിക്കാത്ത സന്താനമായിട്ടുണ്ടായിരുന്നു. ലേവി അജാത സന്താനമായി അബ്രഹത്തിലിരുന്ന് മെൽക്കിസെദേക്കിന് ദശാംശം കൊടുത്തതുപോലെ ആദം പാപം ചെയ്തപ്പോൾ ആദത്തിൽ സകല മനുഷ്യരും പാപം ചെയ്തു, അല്ലെങ്കിൽ സകലരുടെ മേലും മരണം കടന്നു വന്നു എന്ന് പറയാനുള്ള കാരണം നമ്മളെല്ലാവരും ആദത്തിലുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേക പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകം പേർ നീതിയുള്ളവരായിത്തീരും. സോ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, എല്ലാ മനുഷ്യരും ആദത്തിലുണ്ടായിരുന്നു. ഇറ്റ് ഈസ് സ്പിരിച്വലി പോസിബിൾ. അജാത സന്താനമായിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്പിരിച്വൽ റലത്തിലുണ്ടായിരുന്നു, ആദത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ മരണവും പാപവും സകല മനുഷ്യരിലേക്കും, എന്നിലേക്കും നിങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചു എന്ന് അവിടെ വീണ്ടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മൂന്നാമതൊരു ആശയത്തെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനകത്ത് അനേകം ആത്മാക്കൾക്ക് ഇരിക്കാൻ സാധിക്കുമോ? പല വ്യക്തികളുടെയും ചിന്തകൾക്കകത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ദൂരീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അനേകം ആത്മാക്കൾക്ക് ഇരിക്കാൻ സാധിക്കുമോ? മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് യേശു ലെഗിയോൺ എന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ലീജിയൻ അല്ലെങ്കിൽ ലെഗിയോൺ എന്ന് പറയുന്നത് 3000 തുടങ്ങി 6000 സ്പിരിറ്റുകളാണ് ശരിക്കും. അപ്പം 6000-ൽ പരം ദുരാത്മാക്കൾക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ ഇരിക്കാമെങ്കിൽ, ഹല്ലേലൂയ, 6 കോടി ദുരാത്മാക്കൾക്കും ഒരു മനുഷ്യ ശരീരത്തിൽ ഇരിക്കാൻ സാധിക്കും. 60 കോടി സ്പിരിറ്റുകൾക്കും ഒരു മനുഷ്യ ശരീരത്തിൽ ഇരിക്കാൻ സാധിക്കും. ദിസ് ഈസ് എ റിയൽ സ്പിരിച്വൽ ട്രൂത്ത്. ഞാൻ പല ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്പിരിറ്റ് കാസ്റ്റ് ഔട്ട് ചെയ്തത് ലെഗിയോണാണ്. അപ്പം ലെഗിയോൺ 6000 പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1000, 10,000 കണക്കിന് ദുരാത്മാക്കളെ കാസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ഹയർ റാങ്കിങ്ങിലുള്ള ഫോളൻ ഏഞ്ചലുകൾ അതെന്താണ്, ഒരു കിങ്ഡമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു കിങ്ഡം എന്ന് പറയുമ്പോൾ ആ കിങ്ഡത്തിനകത്ത് 10,000 കണക്കിന് ദുരാത്മാക്കളുണ്ട്. അപ്പം അതിനൊരു പ്രിൻസിപ്പാലിറ്റി, അതിനൊരു ലീഡർ ഉണ്ടാകും. ആ ലീഡറിൻ്റെ കീഴിൽ 10,000 കണക്കിന് ആത്മാക്കളുണ്ടാകും. അപ്പം അങ്ങനെയുള്ള അനേകം കിങ്ഡംസാണ് ശരിക്കും ഇപ്പം വിളികളുള്ള, ദൈവത്തിൻ്റെ പ്രത്യേക കോളിങ്ങുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ, സ്പിരിറ്റിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഈ ചില സമയത്ത് പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരാത്മാക്കളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിൽ ചെന്നിട്ട് ഒരു പല്ലെടുത്ത് ഇങ്ങനെ പുറത്താക്കുന്നതും, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പല്ലിന് വേദന ഉണ്ടായിരുന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണും അല്ലേ. അപ്പോൾ ആ ഡെൻറ്റിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ക്ലിക്ക് എന്ന് സംഭവം ചെയ്യുന്ന സമയത്ത് ആ ഒരു പല്ലിങ്ങനെ പുറത്ത് വരും അല്ലേ. ആ അഴുക്കായ പല്ല് പോയി. പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലാണ് ഡെലിവറൻസ് എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോ, അങ്ങനെയല്ല ഡെലിവറൻസുകൾ സംഭവിക്കുന്നത്. വലിയ വിളികളുള്ളവർ, വലിയ പൊസഷൻസ് ഉള്ളവർ, പല ഡിഫറെൻറ്റ് റാങ്കുകളിലും പല ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിറ്റുകൾ, അവരെ ഡീൽ ചെയ്യേണ്ട രീതികൾ വ്യത്യാസമാണ്, അവരെ ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസംസ് വ്യത്യാസമാണ്. ദർ ആർ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഇൻ ദ ഡെലിവറൻസ്. ഡെലിവറൻസിൽ പോലും പല പല ലെവലുകളുണ്ട്. ഇപ്പം കിൻഡർ ഗാർഡൻ ലെവലെന്ന് പറഞ്ഞാലാണ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അത് കിൻഡർ ഗാർഡൻ, ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള ഡെലിവറൻസ് ആണ് ശരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് യു സ്നേക്ക് ഗെറ്റ് ഔട്ട്, ഇൻ ദ നെയിം ഓഫ് ജീസസ് യു സർപ്പൻ ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റോ സ്നേക്ക് സ്പിരിറ്റുകളൊക്കെ പുറത്തു പോകുന്നത് എന്താണ്, ലോവസ്റ്റ് ലെവലിലുള്ള ഡെലിവറൻസ് ആണ് ശരിക്കും. അപ്പോൾ ഡെലിവറൻസിൽ പോലും പല ഡയമെൻഷൻസ് ഉണ്ട്, പല ലെവലുകളുണ്ട്.
അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം. അപ്പം ഈ ലീജിയൻ അല്ലെങ്കിൽ ലെഗിയോൺ എന്ന് പറയുന്ന 6000 സ്പിരിറ്റുകൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഇരിക്കാമെങ്കിൽ 6 കോടി സ്പിരിറ്റുകൾക്കും 60 കോടി സ്പിരിറ്റുകൾക്കും 600 കോടി സ്പിരിറ്റുകൾക്കും ഒരു ശരീരത്തിൽ ഇരിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ടെക്നിക്കലി പോസിബിൾ. അതിൻ്റെ മർമ്മങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അദൃശ്യ ആത്മീയ ലോകത്തിൽ ദൈവം നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചു. സങ്കീർത്തനം 139 ഉൽപ്പത്തി 2:7 അങ്ങനെ സൃഷ്ടിച്ച കോടാനുകോടി മനുഷ്യ ആത്മാക്കൾ എന്താണ്? ആദത്തിലേക്ക് നിവേശിപ്പിച്ചു. ഊതി എന്ന് പറയുമ്പോൾ ദ ഹ്യൂമൻ സ്പിരിറ്റ്സ് വെയർ പുട്ട് ഇൻ ടു ആഡം. ഇന്നെ ആദത്തിൽ ദൈവം ചെയ്ത സ്പിരിച്വൽ കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനനുസരിച്ച് ഓരോ ആത്മാക്കളും മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അപ്പസ്തോല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ് അതിനടിസ്ഥാനപരമായിട്ട് നമ്മൾ സംസാരിച്ചത്. ഒരു മനുഷ്യനിൽ അനേകം ആത്മാക്കൾക്കിരിക്കാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞ ഹെബ്രായ ലേഖനം 7-ാം അധ്യായം, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ വചനങ്ങളൊക്കെ വെച്ച് ഇറ്റ് ഈസ് ടെക്നിക്കലി പോസിബിൾ എന്ന് തിരുവചനം പറയുന്നു. ഒരാശയം കൂടെ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യ ആത്മാവിൻ്റെ രൂപം എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തെ പോലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ രൂപം നിങ്ങൾക്ക് പിടികിട്ടും. എടുക്കാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ പറയുന്നു, ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ രൂപം എന്താണ്? ഹൗ ഗോഡ് ലുക്സ് ലൈക്ക്. ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ മനുഷ്യൻ്റെ ആത്മാവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവായതുകൊണ്ടാണ് ദൈവത്തെ വിളിക്കുന്നത് ദ ഫാദർ ഓഫ് ഓൾ സ്പിരിറ്റ്സ്. എല്ലാ ആത്മാക്കളുടെയും പിതാവെന്ന് ദൈവത്തെ വിളിക്കാനുള്ള കാര്യം എന്താണ്? എല്ലാ സ്പിരിറ്റുകളും ദൈവത്തിൽ നിന്നാണ് വന്നത്. അതിന് കാരണം ദൈവം ആത്മാവാണ്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ഇനി ഈ ദൈവത്തിൻ്റെ ഷേപ്പ് എന്താണ്? ഈ ദൈവത്തിൻ്റെ രൂപം എന്താണ്? നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ അതിനൊരു അടിസ്ഥാനം ഇട്ടിട്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് മനസ്സിലാക്കിയാൽ മനുഷ്യൻ്റെ ആത്മാവ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും. അപ്പം കർത്താവിന് എന്തുണ്ട്? ആത്മാവായ ദൈവത്തിന് എന്തുണ്ട്? കണ്ണുകളുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും. അപ്പോൾ ആത്മാവായ ദൈവത്തിന് എന്തുണ്ട്? ചെവിയുണ്ട്. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മാവായ ദൈവത്തിന് എന്തുണ്ട്? മുഖമുണ്ട്. ആത്മാവായ ദൈവം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ആത്മാവ് എങ്ങനെയാണ് ഇരിക്കുന്നത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ശരിക്കും. കാരണം ദൈവത്തെ വിളിക്കുന്നത് ആത്മാക്കളുടെ പിതാവ്, ദ ഫാദർ ഓഫ് ഓൾ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം കർത്താവിന് എന്തുണ്ട്? കണ്ണുകളുണ്ട്. കർത്താവിന് എന്തുണ്ട്? ചെവികളുണ്ട്. കർത്താവിനൊരു മുഖമുണ്ട്. ഫോർ ദ ഐസ് ഓഫ് ദ ലോർഡ് ആർ ടുവേർഡ്സ് ദ റൈച്ചസ് and his ears attend to their prayers and the face of the Lord is against those who do evil. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആത്മാവായ ദൈവത്തിന് കണ്ണുകളുണ്ട്, ആത്മാവായ ദൈവത്തിന് ചെവികളുണ്ട്, ആത്മാവായ ദൈവത്തിന് ഒരു മുഖമുണ്ട്. ഇനി ജെറമിയ 1:9 നമുക്കൊന്ന് പരിശോധിക്കാം. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു. അപ്പോൾ കർത്താവിന് എന്തുണ്ട്? കൈകളുണ്ട്. ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ദ ലോർഡ് പുട്ട് ഫോർത്ത് ഹിസ് ഹാൻഡ് ആൻഡ് ടച്ച് മൈ മൗത്ത്. അപ്പോൾ കർത്താവിന് കണ്ണുകൾ മാത്രമല്ല, ചെവി മാത്രമല്ല, മുഖം മാത്രമല്ല, കർത്താവിന് ആത്മാവായ ദൈവത്തിന് എന്തുണ്ട്? കൈകളുമുണ്ട്. ഇനി എടുക്കാം, ഏശയ്യ 66:1-2 വചനങ്ങൾ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവിന് എന്തുണ്ട്? ഒരു മൗത്തുണ്ട്, ഒരു വായുണ്ട്. വായിലൂടെ അല്ലാതെ എങ്ങനെയാണ് അരുളി ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു മൗത്തുണ്ട്. ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അപ്പോൾ കർത്താവിന് എന്തുണ്ട്? കാലുകളുണ്ട്. ഓഹോ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ആത്മാവായ ദൈവത്തിന് കണ്ണുകളുണ്ട്, ചെവികളുണ്ട്, മുഖമുണ്ട്, കൈകളുണ്ട്. ഇവിടെ പറയുന്നു ഭൂമി എൻ്റെ പാദപീഠം എന്ന് വെച്ചാൽ എൻ്റെ കാലുകൾ വെക്കുന്ന പീഠം. പാദപീഠം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പാദം, കാലുകൾ വെക്കുന്ന പീഠം. അപ്പോൾ കർത്താവിന് എന്തുണ്ട്? പാദമുണ്ട്.
ഹല്ലേലൂയ. ഇനി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പരിശോധിക്കാം. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്? ആൻഡ് ദ ലോർഡ് സ്മെൽഡ് എ സ്മൂത്തിങ് അരോമ. അപ്പോൾ കർത്താവ് ഗന്ധം ആസ്വദിച്ചു എന്ന് പറയുമ്പം സ്മെല്ല് ചെയ്തു. അപ്പോൾ കർത്താവിന് എന്തുണ്ട്? കർത്താവിനൊരു മൂക്കുണ്ട്. ഇറ്റ് ഈസ് വെരി വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ എ സ്പിരിറ്റ് ലുക്സ് ലൈക്ക്. ഇനി ആത്മാവായി തീർന്ന യേശുവിൻ്റെ രൂപം എന്താണ്? 1 കൊറിന്ത്യൻസ് 15-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ പറയുന്നു, ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആത്മാവായി തീർന്ന, ജീവദാതാവായി തീർന്ന യേശുവിൻ്റെ രൂപം എന്താണ്? എടുക്കാൻ നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ ശ്രദ്ധിച്ചേ, മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി. അപ്പോൾ എന്തുണ്ട്? ജീവദാതാവായി തീർന്ന, ആത്മാവായി തീർന്ന യേശുവിന് എന്തുണ്ട്? ഒരു പാദമുണ്ട്. മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, ഒരു മാറുണ്ട്. അവൻ്റെ ശിരസ്സും മുടിയുമാകെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം. അപ്പം ശിരസ്സുണ്ട്. നയനങ്ങൾ തീജ്വാല പോലെ, അപ്പം കണ്ണുകളുണ്ട്. പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, അപ്പം പാദമുണ്ട്. ഹല്ലേലൂയ. സ്വരം വെള്ളം പെരുവെള്ളത്തിൻ്റേതുപോലെ, അപ്പം ശബ്ദമുണ്ട്, മൗത്തുണ്ട്. അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ. ഇപ്പോൾ വലത് കൈ ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഇടത് കൈയുണ്ട്. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ, അപ്പോൾ വായുണ്ട്. വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ, അപ്പം മുഖമുണ്ട്. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പം യേശുവിന് കാലുണ്ട്. ജീവദാതാവായി തീർന്ന്, ആത്മാവായി തീർന്ന യേശുവിന് എന്തുണ്ട്? കാലുകളുണ്ട്. അപ്പോൾ അവൻ്റെ വലത് കൈ എൻ്റെ മേൽ വെച്ചു. ഇപ്പോൾ വലത് കൈ ഉണ്ടെങ്കിൽ ഇടത് കൈ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായി തീർന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കൈവശമുണ്ട് എന്ന് യേശു പറയുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച്, ആത്മാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ദൈവത്തിന് കണ്ണുണ്ട്, ചെവിയുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്, ഫേസ് ഉണ്ട്. ഹല്ലേലൂയ, എല്ലാം ഉണ്ട്. ഇനി ജീവദാതാവായ ആത്മാവായി തീർന്ന യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? യേശുവിനും കൈയുണ്ട്, കാലുണ്ട്, ഹല്ലേലൂയ, മുഖമുണ്ട്. ആത്മാവായ ദൈവത്തിൻ്റെ അതേ ഷേപ്പിലാണ് ശരിക്കും എൻ്റെയും നിങ്ങളുടെയും ആത്മാവിരിക്കുന്നത്. അപ്പം നമ്മുടെ ആത്മാവിനും എന്തുണ്ട്? കണ്ണുകളുണ്ട്. നമ്മുടെ ആത്മാവിനും ചെവികളുണ്ട്. നമ്മുടെ ആത്മാവിനും കൈകളുണ്ട്. നമ്മുടെ ആത്മാവിനും കാലുകളുണ്ട്. നമ്മുടെ ആത്മാവിനും ഒരു ആത്മീയ ശരീരവും ഉണ്ട്. അവർ സ്പിരിറ്റ് ആൻഡ് അവർ സോൾ ആൻഡ് അവർ ബോഡി ആർ ടൈറ്റ്ലി ഇൻ്റഗ്രേറ്റഡ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടുഗദർ. അപ്പം നമ്മുടെ ഈ സ്പിരിറ്റാണ് നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യിക്കുന്നത്. സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ് മൂവ് ചെയ്യിക്കുന്നത്. സയൻസിന് ബോധമില്ലാത്തത് കൊണ്ടാണ് ശരിക്കും പറയുന്നത്. കാരണം ഈ അവർ സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ അവർ ബോഡി. ഉദാഹരണമായിട്ട് യാക്കോബിൻ്റെ ലേഖനം എടുത്ത് പരിശോധിച്ചാൽ അവിടെ 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് എപ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവ് വിട്ടുമാറുന്നോ അപ്പോൾ ആ മനുഷ്യ ശരീരം എന്താണ്? ആ നിശ്ചലമായി പോവുകയാണ് ശരിക്കും. ഇപ്പോൾ 80 കിലോ ഉള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ 100 കിലോ ഉള്ള ഒരു മനുഷ്യൻ ഓടിച്ചാടി തുള്ളിച്ചാടി അങ്ങനെ വഴക്കുമൊക്കെ ഉണ്ടാക്കി ആരടാ എന്തടാ എന്നൊക്കെ ചോദിച്ച് മസിലൊക്കെ കാണിച്ചു തന്ന മനുഷ്യൻ, അവൻ്റെ അകത്തുനിന്ന് അവൻ്റെ ആത്മാവ് വിട്ടുപോകുന്ന സമയത്ത് അവൻ ഫ്ലാറ്റാണ് ശരിക്കും, കടക്കിയാണ്, അനങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ കൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടക്കേന്ന് കൈ താഴോട്ട് വീഴും. ഹല്ലേലൂയ. അവൻ്റെ കാലെടുത്ത് പൊക്കിയാൽ ടക്കേന്ന് കാല് താഴോട്ട് വീഴും. ഹല്ലേലൂയ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ശരിക്കും, ആ 100 കിലോ ഉള്ള മനുഷ്യ ശരീരത്തെ ഈ ഭൂമിയിൽ നടത്തിയതാരാണ് ശരിക്കും? ആ മനുഷ്യൻ്റെ സ്പിരിറ്റാണ് ശരിക്കും മൂവ് ചെയ്യിപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ സ്പിരിറ്റാണ് ശരിക്കും, അല്ലെങ്കിൽ എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവാണ് എൻ്റെ കൈകളെ ചലിപ്പിക്കുന്നത്, എന്നെ നടത്തുന്നത്. കാരണം എപ്പോഴെൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വിട്ടുമാറുന്നു ആ സമയത്ത് എൻ്റെ ശരീരം നിശ്ചലമാകും. ഹല്ലേലൂയ. സോ മൈ ഡിയർ പീപ്പിൾ ഓഫ് ഗാഡ്, യുവർ സ്പിരിറ്റ് ഈസ് ഹെവിയർ.
യുവർ സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ യുവർ ബോഡി. ഈ ശരീരത്തെ മൂവ് ചെയ്യിക്കുന്ന ആരാണ്? ശരിക്കും അകത്തെ മനുഷ്യനാണ്, അകത്തെ ഇന്നർ ബീയിങ് ആണ് ശരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പിരിറ്റും സോളും ബോഡിയും ഇറ്റ് ഈസ് ടൈറ്റ്ലി ഇൻ്റഗ്രേറ്റഡ്, ഇസ് ടൈറ്റ്ലി കണക്റ്റഡ്. അത് ക്ലോസ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ് ശരിക്കും. അങ്ങനെയാണ് ദൈവം അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ട് അവർ സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ അവർ ഫിസിക്കൽ ബോഡി. നിങ്ങളുടെ സ്പിരിറ്റ് ശരിക്കും നിങ്ങളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആരെപ്പോലെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എങ്ങനെയാണ്? ദൈവത്തിന് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, കൈകളുണ്ട്, പാദങ്ങളുണ്ട്, ദൈവത്തിന് മുഖമുണ്ട്. അപ്പോൾ ദൈവത്തെ പോലെ തന്നെയാണ് ദൈവ മക്കളും. ഹല്ലേലൂയ. കാരണം ഒരേ DNA-യിൽ നിന്നാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം ദൈവ ആത്മാവായ ദൈവം എങ്ങനെ ഇരിക്കുന്നു, ജീവദാതാവായി തീർന്ന ആത്മാവായ യേശു എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും, എൻ്റെയും നിങ്ങളുടെയും ആത്മാവ്. നമുക്ക് ആത്മാവിൽ കണ്ണുകളുണ്ട്. അത് നമ്മൾ പറയുന്നത് ആത്മാവിൻ്റെ കണ്ണു തുറക്കണമേ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അദൃശ്യ ആത്മീയ ലോകത്തെ കാണണമെങ്കിൽ കണ്ണു തുറക്കണം. ആത്മാവിൻ്റെ ചെവി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കാര്യം എന്താണ്? ആ ചെവി ഉപയോഗിച്ചാണ് ശരിക്കും പരിശുദ്ധാത്മാവ്, ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആത്മാവിൽ ശക്തി വരുമ്പോഴാണ് ഈ ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ, ശക്തിയോടെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. അവർ സ്പിരിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അവർ സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ. നമ്മുടെ സ്പിരിറ്റിന് കണ്ണുകളുണ്ട്, ചെവികളുണ്ട്, കാലുകളുണ്ട്, കൈകളുണ്ട്. ഹല്ലേലൂയ. സ്പിരിറ്റിനൊരു സ്പിരിച്വൽ ബോഡിയുമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആത്മാവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? എൻ്റെ ആത്മാവ് എന്നെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൗ ഈസ് യുവർ ബോഡി, ഹൗ ഈസ് യുവർ ഔട്ട്വേർഡ് ലുക്കിംഗ്? That's how your spirit is also. Your soul is also made up of the same components എന്നൊക്കെ ഞാൻ കഴിഞ്ഞ പല ആഴ്ചകളിൽ സംസാരിച്ചിരുന്നു. സോ അങ്ങനെയുള്ള എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവാണ് എന്നെ ചലിപ്പിക്കുന്നത്. ഈ ആത്മീയ കോൺഷ്യൻസ് വേണം നമ്മൾ ബിൽഡ് ചെയ്യാൻ. പലപ്പോഴും നമ്മളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതിക തലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദേഹിയുടെ തലങ്ങളിൽ സഞ്ചരിക്കുകയാണ് ശരിക്കും. അങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയല്ല ശരിക്കും നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. നമ്മൾ ഇൻ ദ സ്പിരിറ്റ്, നമ്മൾ ആത്മാവിൻ്റെ കോൺഷ്യൻസിൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവ, ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് നയിക്കപ്പെടണം. അല്ലെങ്കിൽ സ്പിരിറ്റ് കോൺഷ്യൻസിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ. വി ആർ മോർ പവർഫുൾ വെൻ വി മൂവ് ഇൻ ദ സ്പിരിറ്റ് കോൺഷ്യൻസ്. അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും എന്താണ്? സ്പിരിറ്റാണ്. ഡീമൻസ് ആർ സ്പിരിറ്റ് അല്ലേ? പരിശുദ്ധാത്മാവ് ആത്മാവാണ്, ദുരാത്മാക്കൾ ആത്മാവാണ്, ദൂതന്മാർ ആത്മാക്കളാണ്, മനുഷ്യന്മാർ ആത്മാക്കളാണ്. സോ നമുക്ക് ഒരു സ്പിരിച്വൽ റെലവൻസ് വരുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു സിഗ്നിഫിക്കൻസ്, നമുക്ക് ഈ സ്പിരിച്വൽ വേൾഡിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടായാൽ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ വേൾഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരബലം കൊണ്ട് ഫിസിക്കൽ വേൾഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നോ. ആത്മാവിൽ എത്രമാത്രം ശക്തിയുണ്ടോ അത്രമാത്രം നമുക്ക് ഫിസിക്കൽ വേൾഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ വേൾഡിൻ്റെ മേൽ അധികാരം, വാഴ്ച ചെയ്യാൻ സാധിക്കും. അതിനാണ് കർത്താവ് നമ്മളെ രാജാവും പുരോഹിതവും ആക്കിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ഓരോ മക്കളും ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ ഒരു രാജാവും പുരോഹിതനുമാണ്. ആ രാജാവെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വാഴ്ച ചെയ്യുവാൻ വേണ്ടിയാണ്. അത് മനുഷ്യരെ വാഴ്ച ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് എന്താണ്? ആത്മാക്കളുടെ മേൽ ഒരു വാഴ്ച ചെയ്യാൻ വേണ്ടിയാണ്. ഓരോ മനുഷ്യൻ്റെയും പിന്നിൽ എന്തുണ്ട്? സ്പിരിച്വൽ കിങ്ഡംസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു കിങ്ഡത്തിൻ്റെ പാർട്ടാണ്. നമുക്കറിയാം കൊളോഷ്യൻ ലേഖനത്തിൽ പറയുന്നു, അവനെന്താണ്? നമ്മളെ വിടുവിച്ച് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. പുത്രൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഐഹിക കിങ്ഡം അല്ല, മറിച്ച് ഇറ്റ്സ് എ സ്പിരിച്വൽ കിങ്ഡം. ഒരു ആത്മീയ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആത്മീയ രാജ്യത്തിനകത്തുള്ള എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് ഫിസിക്കൽ വേൾഡിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ വി മസ്റ്റ് ബി സ്പിരിച്വലി റെലവൻറ്റ്. ഹല്ലേലൂയ. നമ്മൾ ആത്മീയ തലങ്ങളിൽ റെലവൻ്റ് ആയിരിക്കണം. നിങ്ങൾ ആക്സിഡൻ്റലല്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആക്സിഡൻ്റലായിട്ട് വന്നതല്ല. മുൻ നിശ്ചയിച്ച പ്രകാരം ഈ ഭൂമിയിൽ ദൈവിക പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്നു. ആ ആത്മാവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമ്പോൾ ദൈവമകൻ, ദൈവമകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു വെളിപ്പാട് അതിനകത്ത് നടക്കാൻ സാധിക്കും. നെഞ്ചൊക്കെ ഇത്തിരി ഒന്ന് വിരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ കൂനിക്കൂടിഞ്ഞ് അയ്യോ പാവം അല്ല, മറിച്ച് ആത്മാവിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നെഞ്ചൊക്കെ ഇത്തിരി ഒന്ന് വിരിച്ച് തൻ്റെ ഇടത്തോടെ നടക്കാൻ സാധിക്കും. കാരണം യു ആർ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്, യു ആർ സ്പിരിച്വലി സിഗ്നിഫിക്കൻറ്റ്. ആത്മീയ ലോകത്തിൽ നിങ്ങളെന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ ലോകത്തിലെ എല്ലാം ആത്മീയമാണ്. നിങ്ങളുടെ മാരേജ് ഇറ്റ് ഈസ് സ്പിരിച്വൽ, നിങ്ങളുടെ ഫൈനാൻസസ് സ്പിരിച്വലാണ്,
നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്പിരിച്വലാണ്. അതുകൊണ്ടാണ് സ്പിരിറ്റുകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്പിരിറ്റുകൾ, ദുരാത്മാക്കൾ നിങ്ങളുടെ മാരേജിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ബിക്കോസ് യുവർ മാരേജ് ഈസ് സ്പിരിച്വൽ. നിങ്ങളുടെ ഫൈനാൻസസിനെ കുരുക്കുന്ന ദുരാത്മാക്കൾ, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹല്ലേലൂയ. അവിടെ നിങ്ങളുടെ ഫൈനാൻസസിനെ ഇങ്ങനെ കുരുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ബിക്കോസ് യുവർ ഫൈനാൻഷ്യൽ ഏരിയ ഈസ് സ്പിരിച്വൽ ഇൻ നേച്ചർ. എവ്രി ഏരിയ, എല്ലാ സിസ്റ്റം നോക്കിക്കുക. ഗവൺമെൻറ് സിസ്റ്റം അത് സ്പിരിച്വലാണ് ശരിക്കും. ഫൈനാൻഷ്യൽ സിസ്റ്റം ഇൻ ദിസ് വേൾഡ് ഇറ്റ് ഈസ് സ്പിരിച്വൽ ഇൻ നേച്ചർ. എവറി സൊസൈറ്റി ഇറ്റ് ഈസ് സ്പിരിച്വൽ ഇൻ നേച്ചർ. അതുകൊണ്ടാണ് സ്പിരിറ്റുകൾ ഈ മേഖലകളിലെല്ലാം അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ, ആത്മീയതയിൽ നിങ്ങൾ റെലവൻ്റ് ആയാൽ എല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടും. അതിനു വേണ്ടിയാണ് ശരിക്കും ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്, രാജാവും പുരോഹിതനുമാക്കി നമ്മളെ മാറ്റിയത്. ഒരു രാജാവെന്ന് ആരെയും വിളിക്കാൻ സാധിക്കത്തില്ല. ആ രാജാവിനൊരു വാഴ്ചയുണ്ട്. ആ വാഴ്ചയെന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കറ്റ്നസ്. പൈശാചിക സ്പിരിറ്റുകളുടെ മേൽ ചവിട്ടി നടക്കുമ്പോഴാണ് ശരിക്കും ആ വാഴ്ച സംഭവിക്കുന്നത്. റോമാലേഖനം 16:20 കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കീഴിലാക്കി ചവിട്ടി മെതിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് ദൈവമക്കൾ കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ ആത്മീയ മർമ്മങ്ങളും ആഴങ്ങളും റെവലേഷണൽ നോളജും ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആത്മീയ തലങ്ങളിൽ നിങ്ങൾക്ക് വിലയുണ്ടാകണമെങ്കിൽ, ഈ ദുരാത്മാക്കൾ പോലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ, യുവർ സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്പിരിച്വൽ റെലം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു മസ്റ്റ് ബി സ്പിരിച്വലി സിഗ്നിഫിക്കൻറ്റ് ഇൻ ഓർഡർ ടു ബി റെസ്പെക്റ്റഡ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ്. അതിലേക്കൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പോകാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ മണിക്കൂറുകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ആത്മീയ ലോകത്തിൽ ആദ്യം സൃഷ്ടിച്ചു. സങ്കീർത്തനം 139. ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവെ ആദത്തിലേക്ക് ഞങ്ങളെ ആക്കി വെച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തി 2:7. അതിനുശേഷം ദൈവമേ, അങ്ങ് ആദത്തിൽ ചെയ്തെടുത്ത പ്രോഗ്രാമിങ്ങിനനുസരിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 17:26 ഓരോ മനുഷ്യനും മനുഷ്യ ആത്മാവും ശരീരം ധരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മുൻനിശ്ചയിച്ച ഒരു പ്രവൃത്തിയുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. നമ്മൾ ചെയ്യുവാൻ വേണ്ടി പിതാവെ അങ്ങ് മുൻനിശ്ചയിച്ച ആ പ്രവൃത്തികൾ ഈ ദിനങ്ങളിൽ അത് അന്വേഷിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന എല്ലാ മക്കളും അത് കണ്ടെത്തുവാൻ ഇടയാകട്ടെ. മാത്രമല്ല, ഈ അവസാന നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി കർത്താവെ ഓരോ മക്കളെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നസ്രത്ത് മിനിസ്ട്രിയോട് ചേർന്ന് ഉള്ള എല്ലാ മക്കളെയും, ഇനി ഭാവിയിൽ കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളെയും ഒക്കെ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. ഒരു സാധാരണ വിശ്വാസിയുടെ തലത്തിൽ നിന്നല്ല, മറിച്ച് യേശുവിൻ്റെ ദാസനും ദാസിയുമായി ഓരോ മകനും മകളും അവർ മാറുവാൻ അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ പിതാവെ അങ്ങ് ഒരുക്കണം. ഓരോ മക്കൾക്കും ഹല്ലേലൂയ അഭിഷേകം നൽകണം. ഓരോ മക്കളുടെ കരങ്ങളിലൂടെയും അനേകം ആത്മാക്കളെ വിടുവിക്കണം. പൈശാചിക ചങ്ങലകൾ പൊട്ടിമാറണം. സാത്താൻ്റെ ദുരാത്മാക്കൾ ഈ മക്കളുടെ കാൽക്കീഴിൽ അമർത്തപ്പെടണം. അത് തന്നെയാണല്ലോ കർത്താവെ റോമാലേഖനം 16:20 അങ്ങ് പറഞ്ഞത്. സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ നമ്മുടെ ഓരോ ദൈവമക്കളുടെയും കാൽക്കീഴിലാക്കി ചവിട്ടി മെതിക്കുന്ന ഒരു സീസണിലേക്ക് കർത്താവ് ഓരോ മക്കളെ നടത്താൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയത്ത് സാത്താൻ ബന്ധിച്ച വ്യക്തികൾ, സാത്താൻ ചങ്ങലക്കിട്ട വ്യക്തികൾ, സാത്താൻ ടോർമെൻ്റ് ചെയ്യുന്ന വ്യക്തികൾ, അവരെയെല്ലാം പിതാവെ അങ്ങ് അഭിഷേകത്താൽ ഹാലയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവരിലൂടെ 10,000-ങ്ങളെ ഡെലിവറി ചെയ്യുന്ന ഹാല ദിനങ്ങളിലേക്ക് ഓരോ മക്കളെ നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിലൂടെ, യേശുവിൻ്റെ രക്തത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനകളെ ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഓരോന്നിനെയും യേശുവിൻ്റെ രക്തത്തിൽ പൊതിഞ്ഞ് പിതാവിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്ന ഈ സമയത്ത് രോഗികളായിരിക്കുന്നവരുടെ മേൽ സൗഖ്യത്തെ ഞാൻ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിടുതൽ വേണ്ടവരുടെ മേൽ വിടുതലുകളെ ഞാൻ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബ്രേക്ക് ത്രൂകളെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗചങ്ങലകൾ ഈ സമയത്ത് പൊട്ടുമാറാൻ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ചങ്ങലകൾ ഈ സമയത്ത് പൊട്ടുമാറാൻ ഞാൻ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ ഈ സമയത്ത് ഓരോ മക്കളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇൻ ജീസസ് ക്രൈസ്റ്റ് മൈറ്റി നെയിം റിലീസ് ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. ഈ സമയത്ത് അഭിഷേകം നുകങ്ങളെ തകർക്കും, ചങ്ങലകളെ പൊട്ടിക്കും. ഈ സമയത്ത് ഈ മക്കളുടെ ആത്മീയ തലങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക അന്ധകാര സ്പിരിറ്റുകൾ യേശുവിൻ്റെ പ്രകാശത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഈ സമയത്ത് വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ജീവിതങ്ങളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയത്ത് സൗഖ്യങ്ങളെ റിലീസ് ചെയ്യുന്നു.
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ ക്യാൻസലാക്കുന്ന ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റുകളെ ബന്ധിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യ ആത്മീയ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഈ സമയത്ത് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ ഉദരങ്ങൾ, സാത്താൻ അടച്ചു വച്ചിരിക്കുന്ന ഉദരങ്ങൾ ഈ സമയത്ത് തുറന്നു വരട്ടെ. എവ്രി ഈവിൾ സ്പിരിറ്റ് ഓഫ് ബാരൻനെസ് ടു ബി റിമൂവ്ഡ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. അടഞ്ഞ ഉദരങ്ങൾ ഈ സമയത്ത് തുറക്കുവാൻ കൽപ്പിക്കുന്നു. ചില ഹൃദയങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും യേശു റിലീസ് ചെയ്യുന്നു. ഈ സമയത്ത് ഒന്ന് റിസീവ് ചെയ്ത്, എല്ലാ മക്കളും റിസീവ് ചെയ്ത്. ഹല്ലേലൂയ. അസ്വസ്ഥമാക്കപ്പെടുന്ന ചില ഹൃദയങ്ങൾ, അസ്വസ്ഥമാക്കപ്പെടുന്ന ചില ജീവിതങ്ങൾ ഈ സമയത്ത്, ഈ മിനിറ്റിൽ ഐ ക്യാൻ സീ ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ് ഇൻ യുവർ ഹാർട്ട്. ചില ഹൃദയങ്ങളിലേക്ക് ജോയ്, സമാധാനം കർത്താവ് നിറയ്ക്കുന്നു, സന്തോഷം ഒഴുകുന്ന ഈ സമയത്ത്. സമാധാനം, ദ പീസ് ഓഫ് ദ ലോർഡ് ജീസസ്, യേശുവിൻ്റെ സമാധാനം ചില ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. യേശുവിൻ്റെ സ്വസ്ഥത ചില ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സമാധാനം ഉണ്ടാകട്ടെ ഈ സമയത്ത്, സ്വസ്ഥത ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ കുടുംബങ്ങളെ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിലൂടെ എല്ലാ കുടുംബങ്ങളെയും പൊതിയുന്നു. എല്ലാ മക്കളെയും ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിനത്തോളം നടത്തിയതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മീയ കവറിങ് ആ വ്യക്തികളുടെ എല്ലാ ലൈഫിനകത്ത് അങ്ങിട്ടിരിക്കുന്നതിനകത്ത് നന്ദി പറയുന്നു.